ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ സന്ധ്യാപ്രാർത്ഥനയിൽ ഞാനിന്ന് ബൈബിൾ റീഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അത് ബൈബിളിലെ പ്രഭാഷകൻ്റെ പുസ്തകം പഴയ നിയമം 1-ാം അധ്യായത്തിൽ 1 മുതൽ 10 വരെയുള്ള വചനങ്ങൾ. അത് ജ്ഞാനത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ജ്ഞാനം നമ്മൾ നേടിയാൽ അതിനകത്തുള്ള ആ ഒരു കാര്യങ്ങളാണ് ഇന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടതായിട്ട്, വളരെയധികം ഇതൊരു അട്രാക്റ്റീവായിട്ട് തോന്നിയ ആ ഒരു ഭാഗം ഞാൻ വായിക്കുന്നു. സർവജ്ഞാനവും കർത്താവിൽ നിന്ന് വരുന്നു, അത് എന്നേക്കും അവിടുത്തോടു കൂടിയാണ്. കടൽ തീരത്തെ മണൽത്തരികളും മഴത്തുള്ളികളും നിത്യതയുടെ ദിനങ്ങളും എണ്ണാൻ ആർക്ക് കഴിയും? ആകാശത്തിൻ്റെ ഉയരവും ഭൂമിയുടെ വിസ്തൃതിയും പാതാളത്തിൻ്റെ ആഴവും നിർണ്ണയിക്കാൻ ആർക്ക് സാധിക്കും? ജ്ഞാനമാണ് എല്ലാത്തിനും മുമ്പ് സൃഷ്ടിക്കപ്പെട്ടത്. വിവേകപൂർണമായ അറിവ് അനാദിയാണ്. ജ്ഞാനത്തിൻ്റെ വേരുകൾ ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവളുടെ സൂക്ഷ്മ മാർഗങ്ങൾ ആരറിയുന്നു? ജ്ഞാനിയായി ഒരുവനേയുള്ളൂ. ഭയം ജനിപ്പിക്കുന്ന അവിടുന്ന് സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. കർത്താവാണ് ജ്ഞാനത്തെ സൃഷ്ടിച്ചത്. ഹല്ലേലൂയ. അവിടുന്ന് അവളെ കാണുകയും തിട്ടപ്പെടുത്തുകയും ചെയ്തു. തൻ്റെ സൃഷ്ടികളെല്ലാം അവിടുന്ന് അവളെ പകർന്നു. അവിടുന്ന് നൽകിയ അളവിൽ അവൾ എല്ലാവരിലും വസിക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് അവളെ സമൃദ്ധമായി നൽകിയിരിക്കുന്നു. ജ്ഞാനത്തിനെ സ്നേഹിക്കുന്നവർക്ക്, അത് അറിവ് നേടാൻ ശ്രമിക്കുന്നവർക്കും അത് പകർത്തുന്നവർക്കുമൊക്കെ അവൾ അതിസമൃദ്ധമായി അവളെ തന്നെ നൽകും. അതായത് ആ ജ്ഞാനത്തിനെ പറ്റി വർണ്ണിച്ചിരിക്കുന്നത് എനിക്കങ്ങ് ഭയങ്കരമായിട്ട് അട്രാക്റ്റീവായിട്ട് തോന്നി. അതാണ് ഞാൻ ഇന്നിത് വായിക്കാനായിട്ട് ഉദ്ദേശിച്ചേക്കുന്നത്. അവിടുന്ന് നൽകിയ അളവിൽ അവൾ എല്ലാവരിലും വസിക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് അവളെ സമൃദ്ധമായി നൽകിയിരിക്കുന്നു. അതായത് കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക്, വചനം പാലിക്കുന്നവർക്ക്, അതുപോലെ പ്രാർത്ഥിക്കുന്നവർക്ക് എന്താണ്? ആ അറിവിനെ തന്നെ സമൃദ്ധമായി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവഭക്തി മഹത്വവും ആനന്ദവും സന്തോഷവും ആഹ്ലാദത്തിൻ്റെ മകുടവുമാണ് കർത്താവിനോടുള്ള ഭക്തി. എന്താണ്? മഹത്വവും ആനന്ദവും സന്തോഷവും ആഹ്ലാദത്തിൻ്റെ മകുടവുമാണ് കർത്താവിനോടുള്ള ഭക്തി. അത് ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു. സന്തോഷവും ആനന്ദവും ദീർഘായുസ്സും പ്രദാനം ചെയ്യുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവൻ്റെ അവസാനം ശുഭമായിരിക്കും. മരണദിവസം അവൻ അനുഗ്രഹീതനാകും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. മാതൃഗർഭത്തിൽ വിശ്വാസി ഉരുവാകുമ്പോൾ അവളും സൃഷ്ടിക്കപ്പെടുന്നു. മനുഷ്യരുടെ ഇടയിൽ അവൾ നിത്യവാസം ഉറപ്പിക്കും. അവരുടെ സന്തതികളോട് അവൾ വിശ്വസ്തത പുലർത്തും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയാണ്. അവൾ തൻ്റെ സത്ഫലങ്ങൾ കൊണ്ട് മനുഷ്യരെ തൃപ്തരാക്കുന്നു. അവളുടെ ഭവനം അഭികാമ്യ വസ്തുക്കൾ കൊണ്ട് നിറയുന്നു. അവളുടെ കലവറ വിഭവങ്ങൾ കൊണ്ടും നിറയുന്നു. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ മകുടമാകുന്നു. അത് സമാധാനവും ആരോഗ്യവും സമൃദ്ധമാക്കുന്നു. കർത്താവ് അവളെ കാണുകയും തിട്ടപ്പെടുത്തുകയും ചെയ്തു. അവിടുന്ന് അറിവും വിവേകവും വർഷിക്കുന്നു. അവളെ ചേർത്തണയ്ക്കുന്നവരെ അവിടുന്ന് മഹത്വമണിയിക്കുന്നു. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ തായ്വേരാണ്. ദീർഘായുസ് അവളുടെ ശാഖകളും. അനീതിയായ കോപത്തിന് ന്യായീകരണമില്ല. കോപം മനുഷ്യനെ നാശത്തിലേക്ക് തള്ളുന്നു. ഹല്ലേലൂയ. കോപം മനുഷ്യനെ നാശത്തിലേക്ക് തള്ളുന്നു. ക്ഷമാശീലന് കുറച്ചു കാലത്തേക്ക് മാത്രമേ സഹിക്കേണ്ടി വരൂ. അത് കഴിഞ്ഞാൽ അവൻ്റെ മുൻപിൽ സന്തോഷം പൊട്ടിവിടരും. തക്ക സമയം വരെ അവൻ തൻ്റെ ചിന്ത രഹസ്യമായി വയ്ക്കുന്നു. അനേകർ അവൻ്റെ വിവേകത്തെ പ്രകീർത്തിക്കുന്നു. വിജ്ഞാന ഭണ്ഡാരങ്ങളിൽ ജ്ഞാനസൂക്തങ്ങൾ നിറഞ്ഞിരിക്കുന്നു. എന്നാൽ പാപിക്ക് ദൈവഭക്തി അരോചകമാണ്. ജ്ഞാനം ആഗ്രഹിക്കുന്നവൻ പ്രമാണം കാക്കട്ടെ. കർത്താവ് അത് പ്രദാനം ചെയ്യുന്നു. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനവും പ്രബോധനവുമാകുന്നു. അവിടുന്ന് വിശ്വസ്തതയിലും വിനയത്തിലും പ്രസാദിക്കുന്നു. കർത്താവിനോടുള്ള ഭക്തി അവഗണിക്കുകയോ വിഭക്ത ഹൃദയത്തോടെ അവിടുത്തെ സമീപിക്കുകയോ അരുത്. മനുഷ്യരുടെ മുൻപിൽ കപടനാട്യം കാണിക്കാതെ അധരങ്ങളെ സൂക്ഷിക്കുക. വീണ്
അവമതി ഏൽപ്പിക്കാതിരിക്കാൻ ആത്മപ്രശംസകൾ ഒഴിവാക്കുക. കപടഹൃദയനായ നീ കർത്താവിനെ ഭയപ്പെടാത്തതുകൊണ്ട് അവിടുന്ന് നിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി സമൂഹത്തിൻ്റെ മുൻപാകെ നിന്നെ താഴ്ത്തുന്നു. അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. നീ എത്ര ബലവാനാണെങ്കിലും ആരെയും നീ നിന്ദിക്കരുത്. പിന്നെ അടുത്തത്, പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കുന്നു. അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കുന്നു. മഹത്വം കാംക്ഷിച്ച് പിതാവിനെ അപമാനിക്കരുത്. പിതാവിൻ്റെ അപമാനം ആർക്കും ബഹുമതിയല്ല. മാതാവും പിതാവുമാണല്ലോ കാണപ്പെട്ട ദൈവം നമ്മുടെ. അപ്പോൾ അത് ബൈബിളിൽ തന്നെ വിവരിക്കുന്നു. അച്ഛനെയും അമ്മയും നമ്മളെന്താണ് ഈ കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ അച്ഛനെയും അമ്മയാണല്ലോ അകറ്റി നിർത്തുന്നതും ഉപദ്രവിക്കുന്നതും ഒക്കെ. അങ്ങനെയുള്ള തലമുറകളിലൂടെയും ഈ ലോകത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ബൈബിൾ തന്നെ പറയുകയാണ്, അമ്മയുടെ ശാപം എന്താണ്? അവ എല്ലാത്തിൻ്റെ അടിത്തറ ഇളക്കുന്ന ഒന്നാണെന്ന്. പിതാവിൻ്റെ അനുഗ്രഹമാണെങ്കിൽ ഭവനത്തിൽ മക്കളെ ബലവത്താക്കും. പക്ഷേ അവനെ അവകീർത്തിച്ചാൽ എന്താണ്? അതും ദോഷകരമാണെന്നുള്ളത്. നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാകുക. എളിമപ്പെടുക എന്നുള്ളത് ബൈബിൾ പറയുന്നതിൽ പ്രഭാഷകൻ്റെ 2:3 മൂന്നാം അധ്യായത്തിലെ 18-ാം വചനം ഇങ്ങനെയാണ്: നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാകുക, അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും. അതല്ലേ പറയണേ, കർത്താവിൻ്റെ കരത്തിന് കീഴിൽ വിനയത്തോടെ താഴ്മയോടെ നീ നിൽക്കൂ, തക്ക സമയത്ത് അവൻ നിന്നെ ഉയർത്തിക്കൊള്ളും. അത് തന്നെയാണ് ഇതും. നീ എത്ര ഉന്നതനാണോ അത്രമാത്രം നീ എന്താണ്? വിനീതനാകുക. അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും. കർത്താവിൻ്റെ ശക്തി വലുതാണ്, വിനീതർ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു. അടുത്തത് 21-ാമത്തെ വചനം: അതികഠിനമെന്ന് തോന്നുന്നത് അന്വേഷിക്കേണ്ട. നമുക്ക് വളരെ ഹാർഡായിട്ട് തോന്നുന്നത് നമ്മൾ അന്വേഷിക്കേണ്ട. ദുഷ്കരമായത് പരീക്ഷിക്കുകയും വേണ്ട. ദുഷ്കരമായ ഒന്നാണെന്ന് തോന്നുന്നെങ്കിൽ നമ്മളതിനെ വിട്ടേക്കുക. അതാണ് വചനം പറയുന്നത്. പിന്നെ അഹങ്കാരത്തിൻ്റെതാണ്. നിർബന്ധ ബുദ്ധി നാശത്തിലൊടുങ്ങും, സാഹസബുദ്ധി അപകടത്തിലും ചാടും. നിർബന്ധമായിട്ട് ബുദ്ധി ഉപയോഗിച്ചാൽ എന്താണ്? ഒരു കാര്യത്തിന് വേണ്ടി വാശി പിടിക്കുകയോ നിർബന്ധം പിടിക്കുകയോ ഒക്കെ ചെയ്താൽ അത് നാശത്തിലൊടുങ്ങും. ബൈബിൾ തന്നെ പറയുന്നു. ദുശാഠ്യമുള്ള മനസ്സ് കഷ്ടതകൾക്ക് അടിമപ്പെടുന്നു. പാപികൾ പാപം കുന്നുകൂട്ടും. അഹങ്കാരിയുടെ കഷ്ടതകൾക്ക് പ്രതിവിധിയില്ല. എന്തെന്നാൽ ദുഷ്ടത അവനിൽ വേരുറച്ചു വളരുന്നു. മകനെ, പാവപ്പെട്ടവൻ്റെ ഉപജീവനം തടയരുത്. ആവശ്യക്കാരനെ കാത്തിരുന്ന് വിഷമിപ്പിക്കരുത്. മകനെ, പാവപ്പെട്ടവൻ്റെ ഉപജീവനം തടയരുത്. നമ്മൾ വലിയ ആൾ കളിച്ച് ചെറിയ ആൾക്കാരുടെ ഉപജീവനവും പോയി തടഞ്ഞ് അങ്ങനെയൊന്നും ചെയ്യരുത്. അത് ബൈബിൾ പറയുന്നു. ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിപ്പിക്കരുത്. ചില സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ കണ്ടിട്ടില്ലേ, നമ്മൾ ആവശ്യമുണ്ടെന്ന് കണ്ടാൽ നമ്മളെ കുറേ കൂടെ വെയിറ്റ് ചെയ്യിപ്പിക്കും. ചില ഓഫീസുകളിലായാലും ചില ആൾക്കാരുടെ വീടുകളിലായാലും പലിശയ്ക്കൊക്കെ നമ്മളിപ്പോൾ എടുക്കാൻ ചെന്നിരിക്കുക, അങ്ങനെ ഒരു അവസ്ഥയൊക്കെ ആണെങ്കിൽ ഒക്കെ നമ്മളെ കുറേ കൂടെ വെയിറ്റ് ചെയ്യിപ്പിക്കും. കാരണം അവരെന്തോ ഒരു ഔദാര്യത്തിന് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബൈബിൾ പറയുന്നു, കർത്താവ് പറയുന്നു, ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിപ്പിക്കരുത്. വിശക്കുന്നവനെ ദുഃഖിപ്പിക്കരുത്. വിശക്കുന്നവനെ വിഷമിപ്പിക്കാതെ പറഞ്ഞ് തന്നാൽ കഴിയുന്ന വിധത്തിലുള്ള ആഹാരം കൊടുത്തവനെ സഹായിക്കുക. ഇല്ലാത്തവനെ ശോഭിപ്പിക്കരുത്. ഒന്നുമില്ലാത്തവനെ എനിക്കിതുണ്ട് നിനക്ക് ഇതില്ല എന്ന് പറഞ്ഞ് ശോഭിപ്പിക്കരുത്. കോപാകുലമായ മനസ്സിൻ്റെ അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കരുത്. കോപിച്ചിരിക്കുന്നവരുടെ മനസ്സിനെ വീണ്ടും വീണ്ടും പറഞ്ഞിരുത്തിയിൽ എണ്ണ ഒഴിപ്പിക്കരുത്. യാചകന് ദാനം താമസിപ്പിക്കരുത്. യാചിച്ച് വന്ന് ഭിക്ഷ തേണ്ടി അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്നവനെ നമ്മൾ വീണ്ടും 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 ക്ഷമ പരിശോധിച്ച് അങ്ങനെ ചെയ്യാൻ പാടില്ല. കഷ്ടത അനുഭവിക്കുന്ന ശരണാർത്ഥിയെ നിരാകരിക്കുകയോ ദരിദ്രരിൽ നിന്ന് മുഖം തിരിക്കുകയോ ചെയ്യരുത്. ആവശ്യക്കാരനിൽ നിന്നും കണ്ണു തിരിക്കരുത്. നിന്നെ ശപിക്കാൻ ആർക്കും ഇടയാകുകയും അരുത്. എന്തെന്നാൽ മനം നൊന്ത് ശപിച്ചാൽ സൃഷ്ടാവ് അത് കൈക്കൊള്ളും. എത്ര കൊള്ളരുതാത്തവനെന്ന് പറഞ്ഞാൽ നമ്മളെ മനം നൊന്ത് കണ്ണുനീരോട് ശപിച്ചാൽ അത് നമ്മൾ കേൾക്കുമെന്നല്ലേ പറയുന്നത്. പൂർവികരൊക്കെ അങ്ങനെയല്ലേ പറയുന്നത്, ശാപം ഭയങ്കരമാണെന്ന്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ അത് എത്ര കൊള്ളരുതാത്ത ആൾക്കാരാണെങ്കിൽ പോലും നമ്മളെ മനം നൊന്ത് കണ്ണുനീരോട് വീഴിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം അവിടെ പൊറുക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ആരാലും കരയാനും കരയിപ്പിക്കാനും ഒന്നും ഇടവരുത്തരുത് എന്നുള്ളത് വചനം പറയുന്നു. പിന്നെ ജ്ഞാനത്തിൻ്റെ ജീവൻ്റെ മാർഗം എന്ന് പറയുന്ന, അവളെ വിശ്വസിക്കുന്നവൻ അവളെ ലഭിക്കും, അവൻ്റെ സന്തതികൾക്കും അവൾ അധീനയായിരിക്കും. മരിക്കേണ്ടി വന്നാലും എന്താണ്? സത്യം വെടിയരുത്. ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളും.
തക്ക സമയം വിവേചിച്ചറിയുകയും തിന്മയ്ക്കെതിരെ ജാഗരൂകത പുലർത്തുകയും ചെയ്യുക. സ്വയം അപമാനം വരുത്തി വയ്ക്കരുത്. വ്യാജം കൊണ്ട് നേടിയ ധനത്തിൽ ആശ്രയിക്കരുത്. ആപത്തിൽ അത് ഉപകരിക്കില്ല. വെള്ളത്തിൽ നിന്ന് കിട്ടിയത് വെള്ളത്തിൽ പോയി എന്നൊക്കെ കേൾക്കത്തില്ലേ, അതുപോലെ തന്നെ. അന്വേഷിക്കുകയും തിരയുകയും ചെയ്യുക, അവൾ നിനക്ക് വെളിപ്പെടും. കണ്ടെത്തിക്കഴിഞ്ഞാൽ വിട്ടുകളയരുത്, ഒടുവിൽ അവൾ നിനക്ക് ശാന്തി പ്രദാനം ചെയ്യുന്നു. തിന്മ പ്രവർത്തിക്കരുത്, നിനക്കും തിന്മ ഭവിക്കുകയില്ല. ദുഷ്ടതയിൽ നിന്ന് അകലുക, അത് നിന്നിൽ നിന്നും അകന്നു പോകും. മകനെ, അനീതിയുടെ ഉഴവിൽ ചാലുകളിൽ വിതയ്ക്കരുത്, 7 ഇരട്ടി നീ അതിൽ നിന്നും കൊയ്യുകയില്ല. വായാടിയോട് വാദിച്ച് അവൻ്റെ അഗ്നിയിൽ വിറകിട്ട് കൊടുക്കരുത്. വാചാലനായിട്ടിരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ പോയിട്ട് അതിൻ്റെ ഇടയിൽ എരുത്തിയിൽ എണ്ണ ഒഴിച്ച് വിറകിട്ട് കൊടുത്ത് അത് ആളി കത്തിപ്പിക്കരുത് എന്നുള്ളതാണ് വചനം പറയുന്നത്. സംസ്കാരി ശൂന്യനോട് അധികം അടുക്കരുത്. നിന്റെ പൂർവികന്മാരോടുകൂടി അപമാനമേൽക്കും. സംസ്കാരമില്ലാത്തവരോട് നമ്മൾ അധികം അടുത്ത് കൂടി സംസാരിച്ചെല്ലാം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അപമാനമേൽക്കുമെന്ന. കഴിവിനപ്പുറം ജാമ്യം നിൽക്കരുത്, നിന്നാൽ പണം കരുതിക്കൊള്ളുക. ന്യായാധിപനെതിരെ വ്യവഹരിക്കരുത്, വിധി അവന് അനുകൂലമായേ വരൂ. ക്ഷിപ്രകോപിയോട് വഴക്കിന് നിൽക്കുകയോ അവനോടൊത്ത് വിജനപ്രദേശത്ത് സഞ്ചരിക്കുകയോ അരുത്. രക്തം ചൊരിയാൻ അവന് മടിയില്ല, സഹായിക്കാൻ ആരുമില്ലെന്ന് കണ്ടാൽ അവൻ അടിച്ചു വീഴ്ത്തും. എല്ലാവരോടും എല്ലാം തുറന്നു പറയരുത്, അത് നിന്റെ സന്തോഷം കെടുത്തിയേക്കാം. പഴയ സ്നേഹിതനെ പരിത്യജിക്കരുത്, പുതിയവൻ അവന് തുല്യനായിരിക്കുകയില്ല. അന്യൻ്റെ ഭാര്യയോടൊത്ത് ഭക്ഷണത്തിനിരിക്കരുത്, വീഞ്ഞു കുടിച്ച് മതിക്കുകയും അരുത്. നിന്റെ ഹൃദയം അവളിലേക്ക് ആകർഷിക്കും, നീ നാശത്തിലേക്ക് തെന്നി വീഴും. അഹങ്കാരിയുടെ വിജയത്തിൽ ഭ്രമിക്കേണ്ട, മരിക്കും മുൻപ് അവൾക്ക് ശിക്ഷ ലഭിക്കും. ശില്പിയുടെ മഹത്വം തെളിയുന്നത് ശില്പത്തിലാണ്. കഴിവുറ്റ വാഗ്മി ജനത്തെ നയിക്കുന്നു. ഏഷണിക്കാരനെ നാശത്തിനെല്ലാം ഭയമാണ്, വിടുവായനെ വെറുക്കാത്തവരില്ല. കർത്താവ് പ്രബലന്മാരെ സിംഹാസനത്തിൽ നിന്നും താഴെ ഇറക്കി വിനീതരെ ഉയർത്തുന്നു. മകനെ, വിനയം കൊണ്ട് മഹത്വം ആർജിക്കുക, നിലവിട്ട് സ്വയം നീ മറക്കരുത്. തന്നെ ദ്രോഹിക്കുന്നവനെ ആര് നീതീകരിക്കും? കേൾക്കുന്നതിന് മുൻപ് മറുപടി പറയരുത്, ഇടയ്ക്ക് കയറി പറയുകയും അരുത്. വേണ്ടാത്ത കാര്യങ്ങളിൽ തലയിടരുത്, പാപികളുടെ വിധി തീർപ്പിൽ പങ്കാളികളാകരുത്. മനുഷ്യൻ്റെ അഹങ്കാരവും ക്രോധവും സ്രഷ്ടാവിൽ നിന്നല്ല, അത് പിശാചിൽ നിന്നാണ്. ഞാൻ വിശ്രമം കണ്ടെത്തി, എൻ്റെ സമ്പത്തിൽ ഞാൻ ആനന്ദിക്കും എന്ന് അവൻ പറയുന്നു. എല്ലാം വെടിഞ്ഞ് ലോകം വിടാൻ എത്ര നേരമുണ്ടെന്ന് അവൻ അറിയുന്നില്ല. ഞാൻ ഈ പ്രഭാഷകൻ്റെ പുസ്തകം വായിച്ചപ്പോൾ ഇത് ശരിക്കും ഇന്നത്തെ തലമുറകളിലും നമ്മളിൽ തന്നെ അഹങ്കരിക്കുന്നവർക്കും അല്ലെങ്കിൽ ജീവിതത്തിൽ പല തെറ്റുകളും നമ്മൾ ആവർത്തിക്കുന്നത് ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇടയ്ക്ക് കയറി സംസാരിക്കരുത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, ഇതൊക്കെ ഏറെക്കുറെ എല്ലാം അങ്ങനെ സഞ്ചരിക്കുന്നവർ ഇതൊക്കെ വായിക്കണം എന്നുള്ളതാണ്. ബൈബിൾ എത്ര സത്യമായി പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നല്ലേ കർത്താവ് പറയുന്നത്. അപ്പോൾ അത് പിന്നെ ഇടയ്ക്കൊരു സംഭവം ഉണ്ടായിരുന്നു, അതിപ്പോൾ ആ വചനം ഞാൻ ഇനി അടുത്ത പാർട്ടിലായിട്ട് ഇടാം. എന്തായാലും ഇന്ന് ഇത്രയും ബൈബിൾ റീഡിങ് ചെയ്യാൻ സാധിച്ചതിൽ ഈശോ മിശിഹായ്ക്ക് നന്ദി പറയുന്നു. എന്നെ നിമിത്തമാക്കിയ തമ്പുരാന് കൊടാനുകോടി നന്ദി. ആ പാതാരബിന്ദങ്ങളിൽ ആ ആണിപ്പഴുതാർന്ന തിരുമുറിവുകളിൽ ചുംബനങ്ങൾ നൽകി, തിരുത്തോളിന്മേൽ തിരുമുറിവിന്മേൽ തിരുഹൃദയത്തിന്മേൽ ചുംബനം നൽകി ഞാനിന്ന് ഈ സന്ധ്യാപ്രാർത്ഥനയോട് ചേർത്ത് വയ്ക്കുന്നു. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അവിടുത്തെ തിരുരക്തത്താൽ കഴുകി വചനം കൊണ്ട് നിറച്ച് പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യതയിലും. ആമേൻ.